ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീത സ്വാധ്യായത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലൂടെ യഥാർത്ഥ ജീവിത വിജയം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ഗീതയിലൂടെ സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഗീതാ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് ഓരോ ശ്ലോകങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ ശ്ലോകങ്ങളുടെ ആന്തരിക അർത്ഥം, അതായത് കേവലം അതിൻ്റെ വേർഡ് ടു വേർഡ് മീനിങ് അല്ല. പല പുസ്തകങ്ങളിലും നമുക്ക് വേർഡ് ടു വേർഡ് മീനിങ് കാണാം. അതിലുപരി അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം, സൈക്കോളജി, അതിൻ്റെ പിന്നിലുള്ള സ്പിരിച്വൽ സയൻസ്, സ്പിരിച്വാലിറ്റി, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ശ്ലോകം നമ്മുടെ ജീവിതവും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭഗവത്ഗീത വിജയത്തിലേക്കുള്ള ഒരു മാർഗദർശനമായി മാറുന്നത്. അപ്പം നാം ഈ ഭഗവത്ഗീത പഠന ക്ലാസ്സിൽ വെറും ഒരു വിദ്യാർത്ഥി മാത്രമല്ല, നമ്മളൊരു സ്വയം നമ്മളിൽ പരീക്ഷണം നടത്താൻ അർജുനനാക്കി നമ്മളെ അർജുനൻ കടന്നുപോയ മാനസിക വ്യഥകൾ നമ്മളിൽ കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു സാധകൻ എന്നാണ് പൊതുവെ പറയുക. അപ്പം നമ്മളൊരു പരിശ്രമം ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ തയ്യാറുള്ള ഒരു സാധകനാണ്. അപ്പം നിങ്ങളൊക്കെ സാധകന്മാരായാൽ മാത്രമേ ഗീത നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. വിത്തൗട്ട് ബിക്കമിങ് എ സാധക who wants to transform, who is ready to transform, if you are not willing, then ഭഗവത്ഗീത is useless. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ എത്രയോ പുസ്തകങ്ങൾ we learn so many things in our life, but അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വലിയ യൂസ് ഉള്ളതല്ല. ഇപ്പം നമ്മൾ ജിയോഗ്രഫി പഠിച്ചു, ഹിസ്റ്ററി പഠിച്ചു, പലതും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഇതുപോലെ ഭഗവത്ഗീത ഷുഡ് നോട്ട് ബിക്കം അനദർ ടെക്സ്റ്റ് ബൈ വിച്ച് യു ആർ ലേണിംഗ് സോ മെനി തിങ്സ്. നൗ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഐ മസ്റ്റ് ഹവ് റെഡ് ഗീത മെനി ടൈംസ്. വാട്ട് ഈസ് എ യൂസ്? ഗീത ഒരുപാട് വായിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ജീവിത വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ, നമ്മളെ വിഷമങ്ങളെ, പ്രയാസങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് ലേണിംഗ് ഗീത? അത് വെറുതെ ഒരു ടൈം പാസ്സാണ്. അപ്പം ജസ്റ്റ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഫോർ blindly reading and blindly listening to somebody's lecture and mugging up everything. അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളിതിൻ്റെ പിന്നിലുള്ള സയൻസ്, സൈക്കോളജി നമ്മൾ മനസ്സിലാക്കി അതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തണം. ചുരുക്കി പറഞ്ഞാൽ ഗീത ഈസ് എ ഗൈഡ് ലൈൻസ് ഫോർ ട്രാൻസ്ഫോമിങ് അവർ ഓൺ ലൈഫ്. ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങൾ തയ്യാറാണ് എങ്കിൽ മാത്രമേ നിങ്ങൾ ഗീത പഠിക്കാവൂ, ഗീത പഠിച്ചിട്ട് കാര്യവുമുള്ളൂ. യെസ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ 20-21 ശ്ലോകങ്ങളാണ്. നമുക്ക് ആ ഭാഗം ഒന്നുകൂടി ആവർത്തിക്കാം. അദവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവാ കൃഷികേശം തദാ വാക്യം ഇതമാഹ മഹീപതേ. ഇവിടെ സഞ്ജയൻ പറയാണ്, വ്യവസ്ഥിതാൻ ധാർഷ്ട്രരാഷ്ട്രാൻ, സൈന്യം വ്യവസ്ഥിതാൻ, ധാർഷ്ട്രരാഷ്ട്രാൻ, ധൃതരാഷ്ട്രന്മാരുടെ അല്ലെങ്കിൽ ധൃതരാഷ്ട്രപക്ഷക്കാരുടെ സൈന്യത്തെ, വ്യവസ്ഥിതാൻ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സൈന്യത്തെ ദൃഷ്ട, കണ്ടിട്ട്, കപിധ്വജ, അർജുനൻ്റെ തേരിന് മുകളിൽ ഒരു ധ്വജമുണ്ട്, അതിൽ കപി എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രമുണ്ട്. അതായത് ഹനുമാൻ സ്വാമിയാണ് അത്ര ആ ധ്വജത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന, രഥത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെപ്പോലുള്ള ധീരനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആ രഥത്തിൽ ഇരിക്കുന്ന അർജുനൻ തൻ്റെ അസ്ത്രങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ട്, ധനുരുദ്യമ്യ, ധനുസ്, തൻ്റെ അസ്ത്രം, തൻ്റെ ആയുധമൊക്കെ എടുത്തുകൊണ്ട്, ഋഷികേശം തഥാ വാക്യം ഉവാച്ച്, ഇതം വാക്യം, ഈ വാക്യത്തെ ഇതമാഹ മഹീപതേ, ഏ രാജാവേ, അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെയുള്ള ഒരു വാക്യത്തെ പറഞ്ഞു. ഇനി ആ വാക്യമാണ് പറയാൻ പോകുന്നത്. അപ്പം അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നത് തന്നെ ധൃതരാഷ്ട്രപക്ഷക്കാരെയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ ധനുസ്സൊക്കെ എടുത്ത് ഉയർത്തിക്കൊണ്ട്
അങ്ങനെ അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരികയാണ്. അപ്പം ഇവിടെ കപിധ്വജൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനൻ്റെ ഒരു ധാരണയുണ്ട്, അർജുനൻ ഈസ് കേപ്പബിൾ ഓഫ് ഫൈറ്റിംഗ് ദിസ് വാർ എന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, കപിധ്വജ, ഈ രഥം നിലനിൽക്കുന്നതിന് കാരണം കേവലം അർജുനൻ്റെ മാത്രം കഴിവല്ല. അതിൻ്റെ പിന്നിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ട്, കൃഷ്ണനെ പോലുള്ളൊരു മഹാഗുരുവിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇതൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് അർജുനൻ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിത് തിരിച്ചറിയാറില്ല. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഐ ഐ ഐ. പക്ഷേ ഈ ഐ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പല ശക്തികളുടെയും അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഐ പറയാൻ പറ്റുന്നത്. രാവിലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഒരു 4 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് ഐ, മൈ, മീ എന്നൊക്കെ ഒന്ന് പറയൂ. ഞാനെന്ന് പറയണമെങ്കിലേ നല്ലോണം അകത്തേക്ക് ചെല്ലണം. കൃഷിക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗമില്ലെങ്കിൽ എന്താ അകത്തേക്ക് ചെല്ലുക? അതുപോലെ ഫലഭൂയിഷ്ഠമായൊരു മണ്ണില്ലെങ്കിൽ എന്താ അകത്തേക്ക് ചെല്ലുക? പ്രകൃതി വേണ്ടത്ര കനിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് നമുക്ക് കഴിക്കാൻ പറ്റും? മഴയോട് മഴ, വെയിലോട് വെയിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മളെന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് എൻഡവറാണ്, ഒരു എന്താ പറയുക, ഒരു എക്സിസ്റ്റൻസാണ്. ഒരു പലരുടെയും സപ്പോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്കൊക്കെ വേണ്ടത് വിനയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു ഈഗോ ഉണ്ട് മനുഷ്യരിൽ, ആയി. അപ്പം ഇവിടെ അർജുനനിലും ആ ഐ പൊങ്ങി വന്നു, ഞാൻ. അപ്പം അർജുനൻ ആ ധൃതരാഷ്ട്രരുടെയൊക്കെ മക്കളെയൊക്കെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പക്ഷക്കാരെയൊക്കെ നോക്കിക്കൊണ്ട്, ഇതം വാക്യമുവാച, അർജുനൻ ഋഷികേശനോട്, ഋഷികേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ വിളിക്കുന്ന പേരാണ് ഋഷികേശൻ. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനം ഉള്ളവൻ എന്നാണ് അർത്ഥം. ഋഷികേശൻ, ഋഷി എന്ന് പറയുന്നത് ജ്ഞാനത്തെയാണ്, ഈ ഉറക്കത്തെ ജയിച്ചവൻ, അല്ലെങ്കിൽ എന്താ പറയുക, നിദ്രയെ ജയിച്ചവൻ, അല്ലെങ്കിൽ മറ്റൊരർത്ഥം തൻ്റെ അറിവിനെ, തൻ്റെ വിജ്ഞാനത്തെ ശിരസിൽ കൊണ്ട് നടക്കുന്ന, എല്ലാറ്റിനെക്കുറിച്ചുള്ള പക്വമായ അറിവ് ശിരസിൽ കൊണ്ട് നടക്കുന്ന മഹാനാണ് ഋഷികേശൻ. അപ്പം അങ്ങനെയുള്ളൊരു കൃഷ്ണനോടാണ്, എല്ലാം അറിയുന്ന കൃഷ്ണനോടാണ് അർജുനൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. എന്താണ് അർജുനൻ പറഞ്ഞത്? അർജുന ഉവാച സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. ഹേ അച്യുത, അച്യുത, എപ്പോഴും ഭഗവാൻ ഒരു സ്റ്റേബിളാണ്, ച്യുതിയില്ലാത്തവനാണ്. അങ്ങനെയുള്ള അച്യുത, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ. സേനയോഹോ ഉഭയോഹോ മധ്യേ എന്ന് വെച്ചാൽ 2 സൈന്യത്തിൻ്റെയും മധ്യഭാഗത്ത്. അപ്പം അർജുനന് നിൽക്കേണ്ടതായൊരു സ്ഥാനം ഓൾറെഡി ഡിസൈഡഡ് ആയിരിക്കാം. അവിടെയല്ല അർജുനന് നിൽക്കേണ്ടത്. അർജുനൻ പറയേണ്ടത് ഇവിടെയാണ്, ഓ കൃഷ്ണ, ഞാൻ എവിടെ നിന്നാണോ യുദ്ധം ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ആ തേര് അങ്ങ്, ഈ രഥം അങ്ങ് കൊണ്ടു നിർത്തിയാലും എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം അർജുനൻ കമാൻഡ് ചെയ്യാണ്, ഐ പൊങ്ങി വരികയാണ്. ഇറ്റ് ഈസ് മൈ ഓർഡർ, ഇറ്റ് ഈസ് മൈ ഡിസിഷൻ. സേനയോർ ഉഭയോർ മധ്യേ, 2 സൈന്യത്തിൻ്റെയും നടുവിൽ തന്നെ കൊണ്ടു നിർത്തണം. അതെന്തിനാവോ അവിടെ കൊണ്ടു നിർത്തുന്നത്? അതിനും അർജുനൻ ഉത്തരം പറയാണ്, യാവതേതാ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. അസ്മിൻ, അസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ രണഭൂമിയിൽ, രണസമുദ്യമേ, കൈർമയാ സഹം യോദ്ധവ്യം, എന്നോടൊത്ത് തുല്യം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാരുണ്ട്? എന്നെപ്പോലുള്ള യോദ്ധാക്കളോട് യുദ്ധം ചെയ്യാനുള്ള ആരിവിടെയുണ്ട്? അവരെയൊക്കെ ഒന്ന് നിരീക്ഷേഹം, ഞാൻ കാണട്ടെ. ഞങ്ങളെപ്പോലുള്ള ധീരശൂര പരാക്രമികളോട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാരുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അപ്പോൾ എന്താണ് അർജുനൻ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്കു തുല്യം യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാരാണെന്ന് നോക്കട്ടെ എന്നുള്ളത്. ആരാണവർ? കാമാനവസ്ഥിതാൻ. കാമം, ഇവിടെ കാമാനവസ്ഥിത എന്ന് പറഞ്ഞാൽ രാഷ്ട്രം കിട്ടണമെന്നുള്ള സ്വാർത്ഥ താല്പര്യം വെച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ട് വന്നിരിക്കുന്ന ഈ ധൃതരാഷ്ട്രരുടെ ദുർബുദ്ധികളായ മക്കളെ ഞാനൊന്ന് കാണട്ടെ. അപ്പം അർജുനൻ്റെ ഉള്ളിലൊരു വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്.
എന്താ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശത്ത് തങ്ങളോട് വളരെ അനുകമ്പ കാണിക്കുന്ന, കമ്പാഷൻ കാണിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ദ്രോണാചാര്യരും ഭീഷ്മാചാര്യരും കൗരവപക്ഷത്ത്, വേറൊരു വശത്ത് വെറും സെൽഫിഷ്നെസ് കൊണ്ട് രാജ്യം അവർക്ക് മാത്രമുള്ളതാക്കി തീർക്കണം, പാണ്ഡവർക്കൊന്നും കൊടുക്കില്ല എന്ന് പറയുന്ന ഷാഠ്യം പിടിക്കുന്ന, പാണ്ഡവരെ ഏറെ ടോർച്ചർ ചെയ്ത, പാഞ്ചാലി ഇൻസൾട്ട് ചെയ്ത, പാണ്ഡവരെ 12 വർഷം വനവാസത്തിലേക്കും 1 വർഷം അജ്ഞാതവാസത്തിലേക്കും തള്ളിവിട്ട് ഏറെക്കുറെ അവരുടെ ജീവിതം നരകമാക്കി തീർത്ത ദുര്യോധനും കർണനും ദുശാസനും ഒക്കെ തുടങ്ങിയ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇത് രണ്ടും അർജുനൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ്. ഒരു വശത്ത് കൗരവ ഭാഗത്ത് ഭീഷ്മരും ദ്രോണരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, വേറൊരു ഭാഗത്ത് ഞങ്ങളുടെ നാശം കാത്തിരിക്കുന്ന ദുര്യോധനാദികൾ നിൽക്കുന്നു. അപ്പോൾ ആ ദുര്യോധനാദികളെ നോക്കിക്കൊണ്ടാണ് അർജുനൻ പറയുന്നത്, ഇവരെയൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ, ഇവരെ ഒന്ന് ഞാൻ ശ്രദ്ധിക്കട്ടെ. കൃഷ്ണ, ഇവരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് വേണം എൻ്റെ രഥം നിർത്താൻ, ഞാൻ ഇവരെ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ്റെ ഉള്ളിൽ ഒരു വശത്ത് അമർഷം അങ്ങനെ പുകഞ്ഞു വരികയാണ്, പതപൊങ്ങി വരികയാണ്. കൗരവന്മാരുടെ ക്രൂരതയ്ക്കെതിരെ, ഈ അധർമ്മത്തിനെതിരെയുള്ള ഒരു എന്താ പറയുക, ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ച് ഒരു ഫ്രസ്ട്രേഷൻ അർജുനനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം അർജുനൻ ഇവിടെ കൗരവരെ നോക്കിക്കൊണ്ട് ഇത്ര അമർഷം കൊള്ളുന്നതിന് കാരണം, ഈ കൗരവർ കാരണമാണല്ലോ പാവം ഞങ്ങളോട് അനുകൂലമായി നിൽക്കുന്ന ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യർക്കും യുദ്ധക്കളത്തിൽ ഇറങ്ങേണ്ടി വന്നത്, ഈ ഘോരമായ യുദ്ധത്തിന് തയ്യാറാവേണ്ടി വന്നത്. പാവങ്ങളെ എന്തിനാണ് ഇവർ ഉപദ്രവിക്കുന്നത്? കാരണം ശരീരം കൊണ്ട് മാത്രമേ കൗരവപക്ഷത്ത് അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. മാനസികമായി ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ദ്രോണരെയും ഭീഷ്മരെയും യുദ്ധത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവന്ന് അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര നിന്ദ്യമായ പ്രവൃത്തി ചെയ്ത ഈ ദുര്യോധനാദികളെ നിങ്ങളെ ഞാനൊന്ന് നോക്കട്ടെ എന്ന്. സത്യത്തിൽ അർജുനന് ഭീഷ്മരോടും ദ്രോണരോടും വലിയ ബഹുമാനമുണ്ട്. അവർക്ക് ഉണ്ടാകാവും പോകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് അവർ കൊല്ലപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ശരിക്കും അർജുനൻ. പക്ഷെ ദുര്യോധനനെ പോലുള്ള ക്രൂര മനസ്സുകൾ അവരെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്നതിലൊരു വിഷമം, പ്രതിഷേധമായി, അമർഷമായി ആ അർജുനൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ ഇതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുക അർജുനൻ വളരെ യുദ്ധത്തിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നോ, ആക്ച്വലി അർജുനൻ്റെ മനസ്സിൽ യുദ്ധമല്ല. അർജുനൻ യുദ്ധത്തിന് വേണ്ടി ഈ ശ്ലോകങ്ങൾ പറയുമ്പോഴും അർജുനൻ്റെ മനസ്സിൽ യുദ്ധം ഒഴിവാക്കണമെന്ന് തന്നെയാണ്. ഇതിലേക്കൊരു സാഹചര്യം വിളിച്ചു വരുത്തിയ ദുര്യോധനാദികളോടുള്ള അമർഷം, അതുപോലെ പാവം ഭീഷ്മരെയും ദ്രോണരെയും ഇതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് പാവങ്ങളെപ്പോലും കൺഫ്യൂഷനാക്കുന്ന, അസ്വസ്ഥനാക്കുന്ന ദുര്യോധനൻ. അപ്പം ആ ദുര്യോധനോടും ദുശാസനോടൊക്കെ ഉള്ളൊരു അമർഷം, ഭീഷ്മപിതാമഹരോടും അതുപോലെ തന്നെ ദ്രോണാചാര്യരോടും ബഹുമാനം, ഇതെല്ലാം അർജുനൻ്റെ ഉള്ളിൽ കിടന്നാകെ കൺഫ്യൂഷനാക്കുകയാണ്. എല്ലാ മനുഷ്യ മനസ്സിലും ഇതുണ്ടാവും, എല്ലാ മനുഷ്യ മനസ്സിലും. അതായത് ഒരു വശത്ത് നമുക്ക് ചിലരോട് ബഹുമാനം ഉണ്ടാവും, വേറെ വശത്ത് ചിലരോട് നമുക്ക് അമർഷമുണ്ടാവും. ഇത് രണ്ടും പരസ്പരം കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പല വീടുകളിലും നിങ്ങൾക്ക് കാണാം. വീടുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയുടെ ചില പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത ചില ഭർത്താക്കന്മാർ, എന്നാൽ ഭാര്യയുടെ അച്ഛനോടും അമ്മയോടും വലിയ റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ കാണിക്കുന്നുണ്ടാവും. എന്നാൽ ഭാര്യയെ അവർക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല. അല്ലെങ്കിൽ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഭാര്യ, എന്നാൽ ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും അങ്ങേയറ്റത്തും റെസ്പെക്റ്റ് കാണിക്കുന്ന. അപ്പോൾ ഒരു വശത്ത് അനീതിക്കെതിരെ ചൂണ്ടുമ്പോഴും വേറൊരു വശത്ത് സ്നേഹത്തിനും അതുപോലെ എന്താ പറയുക കാണിക്കുന്ന കെയറിനൊക്കെ കൊടുക്കുന്ന റെസ്പെക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു റെസ്പെക്റ്റ് വേഴ്സസ് ഒരാളോടുള്ള മുതിർന്നവരോടുള്ള റെസ്പെക്റ്റ്, കാരണം അവരങ്ങനെയാണ്, ഹൃദയം ഉള്ളവരാണ്. മറ്റൊരാളോടുള്ള അവരുടെ ഇപ്പം ഭർത്താവിൻ്റെയൊക്കെ പ്രവൃത്തിക്കെതിരെയുള്ള ഒരു അങ്ങേയറ്റത്തൊരു ഒരു ഒരു വിഷമമുള്ള, ഒരു വേദനയുള്ള ഒരു റിയാക്ഷൻ. അപ്പോൾ ഒരു വശത്ത് റെസ്പെക്റ്റ് ഉണ്ട്, വേറൊരു വശത്ത് വലിയ ഒരു മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. മെൻ്റലി വളരെ അജിറ്റേറ്റഡ് ആണ്, റെസ്റ്റ്ലെസ് ആണ്. കാരണം ഒരാളുടെ പ്രവൃത്തി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയുണ്ട്. സോ ഹിയർ റെസ്പെക്റ്റ് വേഴ്സസ് റെസ്റ്റ്ലെസ്നെസ്, റെസ്പെക്റ്റ് വേഴ്സസ് ആർഗ്യുമെൻറ്റ്സ്, റെസ്പെക്റ്റ് വേഴ്സസ് വെരി ക്വസ്റ്റ്യനിങ് മൈൻഡ്. ഈ തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ സാധാരണ ആളുകളിൽ ഉള്ളതുപോലെ
അർജുനൻ്റെ ഉള്ളിലും ഭീഷ്മരോടും ദ്രോണരോടും റെസ്പെക്റ്റ് ഇരിക്കണോ, ദുര്യോധനാദികളോട് അങ്ങേയറ്റത്തെ അമർഷം, ദേഷ്യം, ഇതൊക്കെ അർജുനൻ്റെ ഉള്ളിൽ പുറത്തു വരുമ്പോഴാണ് അർജുനൻ പറയുന്നത് സേനയോർഭയോർ മധ്യേർതം സഭ ലെറ്റ് മീ സീ ദിസ് മോസ്റ്റ് യൂസ്ലെസ് സ്റ്റുപ്പിഡ് പീപ്പിൾ. ആരെ കാണേണ്ടത്? ദുര്യോധനാദികളെ കാണണം. കാരണം ഇവരാണ് ഈ യുദ്ധത്തിൻ്റെ സകല കാരണക്കാർ. ഇവരുടെ സെൽഫിഷ്നസ്, അതുകൊണ്ടാണ് കാമാനവസ്ഥിതാൻ. ഇവരുടെ ഉള്ളിൽ അത്രമാത്രം ഗ്രീഡ്, അത്രമാത്രം ഇവരുടെ ഉള്ളിൽ മറ്റുള്ളവരുടെ രാജ്യം പോലും സ്ഥലം പോലും പിടിച്ചു പറ്റിക്കൊണ്ടത് അങ്ങേയറ്റത്തെ സെൽഫിഷ്നസ്, ഇതൊക്കെ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു വാറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ദിസ് കൺഫ്യൂഷൻ, ദിസ് ഡയലമ ഈസ് ക്രിയേറ്റഡ് ബൈ കൗരവാസ്. ഇതാണ് അർജുനൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ സത്യം പറഞ്ഞാൽ അർജുനന് ഇങ്ങനെയൊരു റിയാക്ഷൻ വന്നതിൻ്റെ കാരണം എന്താണ്? അർജുനനെ സംബന്ധിച്ച് ഭീഷ്മരും ദ്രോണരും ഒരിക്കലും പാണ്ഡവരുടെ കൈകൊണ്ട് മരിക്കാൻ പാടില്ല. കാരണം അതൊരു മഹാ തെറ്റായി മാറും. ദ്രോണരെയും ഭീഷ്മരെയൊക്കെ വീഴ്ത്തുക എന്ന് പറയുന്നത് പിന്നെ കുരുവംശത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്ദികേടാവും. കാരണം ഏതൊരു വംശത്തിൽ ജനിച്ച ഏതൊരു ഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടാണോ അറിവ് പഠിച്ചെടുത്തത്, ഏതൊരു പിതാമഹൻ്റെ ഒരു മഹത്വം കൊണ്ടാണോ ജീവിതം ഇതുവരെ കൊണ്ടു നടക്കാൻ സാധിച്ച, അവരെയൊക്കെ കൊല്ലുന്നതിനേക്കാൾ ഭേദം പിന്നെ എന്താ ഉള്ളത്? അർജുനൻ അവരെ ഒന്നും പോറലേൽപ്പിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ അർജുനൻ അത്ര റെസ്പെക്റ്റ് ആയിരുന്നു അവരോട്. പക്ഷേ ഈ ഭാഗത്ത് ദുര്യോധനാദികൾ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ അവരോടുള്ള ദേഷ്യവും അമർഷവും വിദ്വേഷവും വിരോധവും വെറുപ്പും ഇതൊക്കെ അർജുനൻ്റെ ഉള്ളിൽ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത് എനിക്ക് കൈർമയാ സഹയോദ്ധവ്യം, എന്നോട് മാത്രം, ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ആരാണ് ഇവിടെ ഉള്ളത്? ഇവർക്ക് എന്ത് നീതിയും സത്യസന്ധതയുമുണ്ട് യുദ്ധത്തിന്? ഇവർ വെറും ധിക്കാരവും ധാഷ്ട്യവും അതുപോലെ തന്നെ അഹങ്കാരവും ഒക്കെ വെച്ചുകൊണ്ടല്ലേ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന ഭാവങ്ങളൊക്കെ അർജുനൻ്റെ ഉള്ളിലുണ്ട്. ഏതായാലും അർജുനൻ ഈ കാര്യം കൃഷ്ണനോട് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കൃഷ്ണനെ. യോത്സ്യമാനാനവേക്ഷേഹം ഏതേത്ര സമാഗതാം ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീഷയാം. ഞാൻ ഈ യുദ്ധക്കളത്തിൽ വന്നിരിക്കുന്ന യോദ്ധുകാമാനവസ്ഥിതാൻ, യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വധിച്ചുകൊണ്ട് രാഷ്ട്രം മുഴുവൻ സ്വന്തമാക്കി എടുക്കണമെന്ന സ്വാർത്ഥത വെച്ചിരിക്കുന്ന സമാഗത, ഇവിടെ വന്നിരിക്കുന്ന ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ, ധൃതരാഷ്ട്രരുടെ ദുർബുദ്ധികളായ അവരെ ഞാനൊന്ന് കാണട്ടെ. ധൃതരാഷ്ട്രരുടെ ദുർബുദ്ധികളായ കുട്ടികളും അതുപോലെ അവർക്ക് പ്രിയം ചെയ്യാൻ വന്നിരിക്കുന്ന അവരുടെ കൂട്ടാളികളെയൊക്കെ ഞാനൊന്ന് കാണട്ടെ. ലെറ്റ് മീ സീ ദീസ് പീപ്പിൾ. അർജുനൻ എന്താ അവരെന്ന് എടുത്ത് പറയണത്, കാണട്ടെ എന്ന് പറയണത്? കാരണം ഈ നന്ദി കെട്ട വർഗമാണ്, അല്ലെങ്കിൽ ഈ ആളുകളാണ് ഈ യുദ്ധത്തിന് കാരണമായി തീർന്നിരിക്കുന്നത്. ഇവരുടെ സ്വാർത്ഥതയും ഇവരുടെ കാമനയും ഇവരുടെ അങ്ങേയറ്റത്തെ ധാഷ്ട്യവും ഇതുകൊണ്ടൊക്കെയാണ് ഈ യുദ്ധം വേണ്ടി വന്നത്. പാവം ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും അതിന് വലിയ വില കൊടുക്കുകയാണ്. കാരണം അവർക്ക് മാനസികമായി ഒരിക്കലും കൗരവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പാണ്ഡവരുടെ പക്ഷത്താണ് അവരുടെ മനസ്സിരിക്കുന്നത്. പക്ഷേ ശാരീരികമായി അവർ കൗരവരോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ധൃതരാഷ്ട്രൻ എന്ന് പറയുന്ന മഹാരാജാവിനോട് അവർ കടപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നാണ് അവർ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷത്തും അവരുടെ ഉത്തരവാദിത്വം കൊണ്ട് കൗരവപക്ഷത്തും നിൽക്കുന്ന ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായിരിക്കുന്ന ദ്രോണാചാര്യരെയും ഭീഷ്മാചാര്യരെയും എങ്ങനെയാണ് ഈ ഒരു ഗുരുതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ദുരിതത്തിലേക്ക് കൗരവന്മാർ കൊണ്ടെത്തിച്ചത് എന്നുള്ളത്. അപ്പം അതിനുള്ളൊരു അമർഷം, വെറുപ്പ്, വേദന ഇതെല്ലാം കൂടി അർജുനൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അർജുനൻ പറയാണ്, ഈ ധൃതരാഷ്ട്രരുടെ ദുർബുദ്ധികളായ ആളുകളെ ഞാനൊന്ന് കാണട്ടെ. അപ്പം എന്താ ഈ കാണട്ടെ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണട്ടെ എന്നല്ല, ഇവരുടെ ആ ഒരു ദുഷിച്ച മനസ്സിനെ ഞാനൊന്ന് നോക്കട്ടെ. ഈ ദുഷിച്ച മനസ്സ് കാരണമാണ് ഇത്രയും ഒരു നരകം, ഇത്രയും ഒരു ദുരിതം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഞാനൊന്ന് കാണട്ടെ. കാരണം ഇവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അപ്പം അർജുനന് ദുര്യോധനാദികളെ നശിപ്പിക്കണം എന്ന് തന്നെയുണ്ട്. പക്ഷെ ഭീഷ്മർക്കും ദ്രോണർക്കും ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ഇപ്രകാരം അർജുനൻ ഇത് പറഞ്ഞപ്പോൾ
കൃഷ്ണൻ എന്ത് ചെയ്തു? രഥം എവിടെ കൊണ്ട് നിർത്തിയെന്നല്ലേ? അതാണ് ഏറ്റവും വലിയൊരു ക്ലൈമാക്സ്. ഗീതയിൽ കൃഷ്ണൻ കാണിക്കുന്ന പല കാര്യങ്ങളും നമുക്കൊക്കെ ജീവിതത്തിൽ ഏറെ പഠനാത്മകമാണ്. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും അത് നമുക്ക് കാണാൻ സാധിക്കും. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ തന്നെ കൃഷ്ണനാണ് ആദ്യം ശംഖ് വിളിക്കുന്നത്. അതിനുശേഷമാണ് അർജുനൻ വിളിക്കുന്നത്. പിന്നെ എല്ലാവരും ശംഖ് വിളിച്ചു. പിന്നെ അർജുനൻ അങ്ങോട്ട് കമാൻഡ് ചെയ്യാണ്, സേനയോർ ഉഭയോർമധ്യേ രഥം സ്ഥാപയ എന്ന് പറഞ്ഞ് കമാൻഡ് ചെയ്തപ്പോൾ കൃഷ്ണൻ വളരെ ഭവ്യതയോടെ വിനയത്തോടെ അർജുനൻ പറഞ്ഞ ആ ഒരു ഉത്തരവ്, കമാൻഡ്, അർജുനൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആ രഥത്തെ കൊണ്ടു നിർത്തി. എവിടെയാണ് കൊണ്ടു നിർത്തിയത്? ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഭഗവത്ഗീതയിൽ 1-ാം അധ്യായത്തിൽ ഈ ഗീത മുഴുവൻ ഉണ്ടാവാനുള്ള കാരണം കൃഷ്ണൻ കൊണ്ടു നിർത്തിയ രഥത്തിൻ്റെ സ്ഥാനമാണ്. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഭഗവത്ഗീത ജനിക്കില്ലായിരുന്നു. ഗീതയുടെ ആവശ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ദാറ്റ് സ്പോട്ട് ഈസ് വെരി ക്രൂഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് പോയിന്റ് ഹോൾ ഭഗവത്ഗീത ഈസ് ഇവോൾവ്. അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്ന് ഗീത വരുന്ന പ്രശ്നമേ ഇല്ല. അപ്പം ഇവിടെ അർജുനൻ, ഒന്നുകൂടി നമുക്ക് ആ അർജുനൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നോക്കാം. അർജുനൻ വാശിയോടുകൂടി കൃഷ്ണനോട് പറഞ്ഞു, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ. അപ്പോൾ അത് പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഈ ദുർബുദ്ധികളായ ആളുകളെയൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ, ദുഷ്ടന്മാരെ. കാരണം ഇവരാണല്ലോ ഈ യുദ്ധത്തിന് കാരണമായി തീർന്ന ദുര്യോധനാദികൾ. പാവം ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ വലിച്ചിഴച്ചത് ഈ ദുര്യോധനാദികളുടെ ദുഷ്ടബുദ്ധികളുടെ മനസ്സാണല്ലോ. അപ്പം എന്ന് അർജുനൻ പറയുമ്പോൾ അർജുനൻ്റെ ഉള്ളിലൊരു വലിയ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. അതായത് കൗരവന്മാരുടെ സർവശക്തിയും ഭീഷ്മരിലും ദ്രോണരിലുമാണ്. പിന്നെ പോയ കർണനിലുണ്ടാകുമായിരിക്കാം. അപ്പം ഇവരെ വെച്ചുകൊണ്ട് ആണ് കൗരവന്മാരിനി യുദ്ധം ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇവരെ മറികടന്നുകൊണ്ട്, അതായത് ഒരു പോറൽ പോലും ദ്രോണർക്കും ഭീഷ്മാചാര്യർക്കും ഏൽക്കാതെ എങ്ങനെയാണ് ദുര്യോധനാദികളെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ അർജുനന് വ്യക്തമായൊരു ക്ലാരിറ്റി ഇല്ല. അപ്പം അർജുനൻ ആകെ മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ദുര്യോധനാദികളെ, അങ്ങനെയുള്ള കർണൻ തുടങ്ങിയിട്ടുള്ള ആളുകളെ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റുകയും വേണം. കാരണം അവർ പാഞ്ചാലിയോട് ചെയ്ത ക്രൂരത, അവർ ധർമ്മപുത്രരോട് ചെയ്ത ക്രൂരത, പാണ്ഡവരോട് മൊത്തത്തിൽ ചെയ്ത ക്രൂരത, അന്യായമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇവരോട് യുദ്ധം ചെയ്യണം. കാരണം ഇവർ ശിക്ഷിക്കണം. പക്ഷേ ഈ ശിക്ഷ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ദ്രോണർക്കും ഭീഷ്മർക്കും പോറൽ പോലും ഏൽക്കരുത്. കാരണം ഈ ദ്രോണരും ഭീഷ്മരും മനസ്സുകൊണ്ട് പാണ്ഡവ പക്ഷത്താണെന്ന് നല്ല ഉറപ്പ് അർജുനനുണ്ട്. പക്ഷെ ഇതെങ്ങനെ സാധിക്കും? ദ്രോണരെയും ഭീഷ്മരെയും പോറലേൽപ്പിക്കാതെ കൗരവരെ എങ്ങനെ നിഷ്കാസനം ചെയ്യാൻ പറ്റും? എങ്ങനെ ഈ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റും? സാധ്യമാണോ? ഈ ഒരു ചിന്ത അർജുനൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയപ്പോൾ ആ അസ്വസ്ഥതയിൽ നിന്നാണ് അർജുനൻ ചോദിക്കുന്നത് കൃഷ്ണനോട്, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ. ഹേ കൃഷ്ണ, ഞാൻ ഇവരെയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മരെയും ദ്രോണരെയും ഒഴിവാക്കിക്കൊണ്ട് ദുര്യോധനാദികളുടെ മുന്നിൽ രഥം കൊണ്ട് നിർത്തണം എന്നായിരുന്നു സത്യത്തിൽ അർജുനൻ കൃഷ്ണനോട് കൽപ്പിച്ചത്. എന്നാൽ അവരൊക്കെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ഭഗവാൻ ആ രഥം കൊണ്ടു നിർത്തുന്നത് മറ്റൊരു സ്പോട്ടിലാണ്. അർജുനൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കൃഷ്ണൻ എവിടെയാ രഥം കൊണ്ട് നിർത്തുകയെന്ന്. അതുകൊണ്ട് ആ ഒരു സ്പോട്ടിൽ രഥം കൊണ്ട് നിർത്തിയത് കൊണ്ടാണ് കൃഷ്ണൻ ഭഗവത്ഗീത എന്ന് പറയുന്ന വലിയൊരു സന്ദേശം അർജുനന് കൊടുക്കേണ്ടി വന്നത്. എവിടെയാണ് കൃഷ്ണൻ രഥം കൊണ്ട് നിർത്തിയത്? അറിയണ്ടേ, പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? നാളെ വീണ്ടും ഭഗവത്ഗീത ആരംഭിക്കാം, ക്ലാസ്സുകൾ ആരംഭിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഗീത പഠനം അതിൽ പങ്കാളികളാവണം. കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് പഠിച്ചു പോകണം. നിങ്ങളുടെ ആയ രീതിയിൽ ഇതിൻ്റെ വ്യാഖ്യാനം രചിക്കണം, കുറേ പേർക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ നമുക്ക് ലോകം മുഴുവൻ ഗീതാ പഠനവും ഗീതയിലൂടെ ജീവിത വിജയത്തിലൂടെ ലോക വിജയവും നമുക്ക് നേടിയെടുക്കണം. അപ്പം അതിനാവട്ടെ നമ്മുടെ ഗീതാ പഠനം. എവിടെയാണ് കൃഷ്ണൻ രഥം കൊണ്ട് നിർത്തിയത്, അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന കാര്യം നാളെ നമുക്ക് പഠിക്കാം. അതുവരെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.